ലോകം എങ്ങനെയും അപരമത വിദ്വേഷത്തിലേക്കും അസഹിഷ്ണുതയിലേക്കും വെറുപ്പിലേക്കുമൊക്കെ എങ്ങനെ മനുഷ്യരാശിയെ നയിക്കാം എന്നതിൽ വലിയ തരത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യത്വവുമാണ് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാതൽ എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിലപാടുകളെടുത്ത മാർപ്പാപ്പയുടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടാണ്. ഇപ്പോൾ ശ്രീ കെ വി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, മുൻ കേന്ദ്രമന്ത്രി. ശ്രീ കെ വി തോമസ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഒക്കെ താങ്കൾ ഏത് നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് വിടവാങ്ങിയെന്ന് അറിയുന്ന ഒരു ഘട്ടത്തിൽ സംസാരിക്കുക, ഓർത്തെടുക്കുക? യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും തന്റെ പരമപിതാവിന്റെ സന്നിധാനത്തിലേക്ക് പോയി. ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്ഥാനാരോഹണം ചെയ്തൊക്കെ ചടങ്ങിലും അതിനുശേഷം നടന്ന പല ചടങ്ങുകളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയതിനു ശേഷം അതിനെക്കുറിച്ച് റോമിൽ FAOയിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ MS സ്വാമിനാഥനും എൻ്റെ ഭാര്യ ഷെർലിയും ഒരുമിച്ച് ഞങ്ങൾ പോയപ്പോൾ പിതാവിനെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് കാണുകയുണ്ടായി. അന്ന് ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചുള്ള ഇംഗ്ലീഷിലെ ബുക്കും ശ്രീബുദ്ധന്റെ ഒരു അർദ്ധകായ പ്രതിമയുമാണ് കൊടുത്തത്. അന്ന് അദ്ദേഹം വളരെ നേരം സംസാരിച്ച്, പ്രത്യേകിച്ച് ഡോക്ടർ MS സ്വാമിനാഥനെ പോലെ അതിപ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്ന ചർച്ച നടന്നത്. മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ഇന്ത്യയിലേക്ക് വരണമെന്നുള്ളതായിരുന്നു. ഇന്ത്യയെ സ്നേഹിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എന്നും വേദനിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുന്നവരോടൊപ്പം നിന്ന ഒരു പിതാവാണ്. ശരി, നന്ദി ശ്രീ കെ വി തോമസ്, അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്.